എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഇരുന്ന് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനുമോളെ വലുതായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെയും അതുപോലെ ആയിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് വളരെയധികം മനപ്രയാസത്തോടു കൂടി വന്നിട്ട് ഒരാൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. പരാതിയൊന്നുമല്ല, അയാളുടെ അഭിപ്രായം തന്നെ അയാൾ പറഞ്ഞിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ അജിത് കുമാറാണ്. അജിത് കുമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ശാലിനിയുടെ ഹസ്ബൻഡ് തമിഴ് നടനായിട്ടുള്ള അജിത് കുമാറിനെ ആയിരിക്കും. അയാളല്ല. ഇതെന്ന് പറഞ്ഞാൽ ഡോക്ടർ അജിത് കുമാർ എന്ന് പറയും. അദ്ദേഹത്തിന് ഒരുപാട് അമാനുഷികമായിട്ടുള്ള കഴിവുകളുണ്ട്. ആ ഒരു കഴിവുകളിലൂടെ സ്വയം ഷണ്ടനായ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ആളാരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡോക്ടർ അജിത് കുമാറാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന യൂട്യൂബറെ പേടിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ അനുമോളെ തെറി പറയാതിരുന്നത്, അല്ലെങ്കിൽ അനുമോളെ കുറ്റപ്പെടുത്താതിരുന്നത് നമ്മുടെ യൂട്യൂബർ ഷെഫീന, അതായത് പുള്ളിക്കാരൻ പറയുന്നത് തെറിത്താത്തയെ പേടിച്ചിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കേട്ടിട്ട് വരാം. ശനിയാഴ്ച ലാലേട്ടൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആരാണ് വിജയിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ, ഇന്നും ഇന്നലെ ആയിട്ടും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കറങ്ങി നടക്കുന്ന നമ്മുടെ തെറുത്താത്തയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അനുമോളെ ലാലേട്ടൻ ഇന്ന് ഏതെങ്കിലും രീതിയിൽ വഴക്ക് പറഞ്ഞാൽ ലാലേട്ടനെ എന്തൊക്കെയോ ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ് വീഡിയോ കണ്ടു. ഒരുപക്ഷെ അത് കണ്ട് പേടിച്ചിട്ടാണോ ബിഗ് ബോസും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ലാലേട്ടനൊന്നും അവർ ഭയന്നിട്ടാന്ന് തോന്നുന്നു ഇന്ന് അനുമോളെക്കുറിച്ച് ഒന്നും ദോഷമായിട്ടോ അല്ലെങ്കിൽ വഴക്കായിട്ടോ പറഞ്ഞില്ല. എല്ലാം നെവിൻ്റെ തലയിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ആൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ അജിത് കുമാർ സാർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ശരിക്കും നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇവിടെ നമ്മുടെ ഷെഫീന ബീഗത്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടിട്ട് പേടിച്ച് ഓടിപ്പോയി ലാലേട്ടൻ അനുമോളെ വഴക്ക് പറയേക്കം നിർത്തിയതൊന്നുമല്ല. അപ്പം നമ്മുടെ അജിത് കുമാർ സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താണ് പുള്ളിക്കാരത്തി തെറുത്താത്ത എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റാരെയും അല്ല, നമുക്കറിയാം നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനെയാണ്. ആ ഒരു പുള്ളിക്കാരത്തിയെ പേടിച്ചിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനുമോളെ ഒന്നും പറയാഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന സഹോദരി ലാലേട്ടനെ നല്ല വൃത്തിക്ക് പഞ്ഞികെട്ടിടുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിക്കും അതൊന്നും പേടിച്ചിട്ടല്ല. ഇപ്പോൾ ഷെഫീന ബീഗം എന്ന് പറയുന്ന യൂട്യൂബർ ഒരിടത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഉടനെ ലാലേട്ടൻ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കേട്ടിട്ട് അയ്യോ പൊത്തോ എന്നും പറഞ്ഞിട്ടൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് പറഞ്ഞു മാറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ ദേവകി, നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന നമ്മുടെ ദേവകി ചേച്ചി പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ലാലേട്ടൻ അനുമോളെ ഒന്നും പറയാഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ ആ പുള്ളിക്കാരത്തി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടാ ഇനി വന്നിട്ട് ഒന്നും പറയേണ്ട, ഒരൊറ്റ മനുഷ്യരോടും മിണ്ടേ ചെയ്യരുത്, വന്നിട്ട് താങ്കൾ എന്തെങ്കിലുമൊക്കെ ഇവരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് എന്തെങ്കിലും ബലൂൺ പൊട്ടിക്കുന്ന ടാസ്കോ അതുപോലെ എന്തെങ്കിലും കൊടുത്തിട്ടങ്ങ് പോയാൽ മതി, ഇവറ്റകളെ കുറിച്ചിട്ട് ഇനി ഒന്നും പറയില്ലേ ലാലേട്ടാ, ഒന്നും പറയില്ലേ ലാലേട്ടാ എന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ദേവകിയാണ്. ദേവകി അമ്മാളാണ്. അപ്പോൾ റിവ്യൂവർ ആയിട്ടുള്ള ദേവകിയെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ദേവകി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് വച്ചു തരാം. ഈ നാടകങ്ങൾ, അതായത് ഒരാൾ പോലും ഇന്ന് എന്താണ് അവിടെ നടന്നത്, ആ വീട്ടില് ഫുൾ നെഗറ്റിവിറ്റി. ഇതാണോ ബിഗ് ബോസ് ഷോ? നമ്മൾ കണ്ടോണ്ടിരുന്ന ബിഗ് ബോസ് ഷോ? ആ ജിൻഡോ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞല്ലോ ജിൻഡോ കൊള്ളൂലെന്ന്. ഞാൻ പറയട്ടെ, ആ ഷോ നടന്നുകൊണ്ടിരുന്നപ്പോ, കഴിഞ്ഞ സീസൺ നടന്നുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഷോ നടന്നുകൊണ്ട് സീസൺ 6 പുള്ളിക്കാരൻ ഷോയ്ക്കകത്ത് ഇത്രയും പ്രശ്നം ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാധാരണ ഒരു ഷോ നടക്കുന്ന നെഗറ്റീവ്. പക്ഷെ ഇതുപോലെ അമ്മോ, സത്യമായിട്ടും ഞാൻ പറയാണ്, ഇവര് എന്തുദ്ദേശിച്ചാണ് ഈ ഷോയിലേക്ക് പോയേക്കണമെന്ന് ഒരു പിടിയുമില്ല. പേഴ്സണൽ ഗ്രഡ്ജ്, വെറുപ്പ്, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, പരദൂഷണം, ഇനി എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം ചാർത്തി കൊടുക്കാൻ പറ്റിയ ഒത്ത കുറച്ച് എണ്ണം അതിനകത്ത് കിടക്കുകയാണ്. ഇതിൽ ആര് വിന്നറാകും? നിങ്ങൾ പറ, ആര് വിന്നർ ആക്കണം? എന്തായിരുന്നാലും ഒരാൾ വിന്നർ ആവും.
പക്ഷെ എന്നാലും ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരുപാട് ഇന്നുള്ള എല്ലാവരുടെയും ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇവിടെ ഷെഫീന ബീഗം പറഞ്ഞിട്ടല്ല നമ്മുടെ ലാലേട്ടൻ അനുമോളെ ഒന്നും പറയാതിരുന്നത്. നമ്മുടെ ദേവകി അമ്മാൾ, നമ്മുടെ ദേവകി റിവ്യൂവർ ദേവകി പറഞ്ഞതുകൊണ്ടാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദേവകി പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഒന്നും പറയാതെ പോയത് എന്നുള്ള പരമാർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.